മുടികൊഴിച്ചിൽ കൂടി കഷണ്ടിയാകുമോ എന്ന ടെൻഷനിലാണോ? ഈ തെറ്റുകൾ ഒഴിവാക്കുക. മുടിയുടെ വളർച്ചാ ചക്രത്തിലെ ഒരു സാധാരണ ഭാഗമാണ് മുടി കൊഴിച്ചിൽ. ദിവസവും 50 മുതൽ 100 മുടി വരെ കൊഴിയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ കൂടുതൽ മുടി കൊഴിയാൻ തുടങ്ങുന്നത് പ്രശ്നമാണ്. പുരുഷന്മാർക്ക് കഷണ്ടി കയറാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് ഈ മുടി കൊഴിച്ചിൽ. 4 ഘട്ടങ്ങളാണ് മുടിയുടെ ജീവിതചക്രത്തിലുള്ളത്. ഇതിൽ ആദ്യ ഘട്ടമാണ് അനജൻ അഥവാ മുടിയുടെ വളർച്ചാ ഘട്ടം. മുടി കൊഴിയാൻ തുടങ്ങുന്നവരിൽ ഈ ഘട്ടത്തിലെ മുടി വളർച്ച കുറവായിരിക്കും. അടുത്തത് കാറ്റജൻ അഥവാ ട്രാൻസിഷൻ ഘട്ടമാണ്. മൂന്നാമത് ടെലോജൻ അഥവാ റെസ്റ്റിംഗ് ഘട്ടം. മുടിക്കൊഴിച്ചിൽ ഉള്ളവരിൽ ഈ ഘട്ടത്തിൽ ദൈർഘ്യം കൂടുതലാകും. അവസാന ഘട്ടമായ എക്സോജനിലാണ് മുടി കൊഴിയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കഷണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജനിതകപരമായി മുടികൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുടികൊഴിച്ചിലിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അറിയുവാൻ ശരീരത്തിലെ കാൽസ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 തോത്, അയൺ തോത്, രക്തത്തിലെ പഞ്ചസാരയുടെ തോത് എന്നിവയെല്ലാം അറിയുന്നത് സഹായിക്കും. മുടികൊഴിച്ചിൽ ശ്രദ്ധിക്കപ്പെടുന്ന പുരുഷന്മാർ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി സന്തുലിത ഭക്ഷണക്രമം. വൈറ്റമിനും ധാതുക്കളും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ സന്തുലിത ഭക്ഷണക്രമം മുടിയുടെ ആരോഗ്യമുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ലീൻ പ്രോട്ടീനുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഹോൾ ഗ്രെയിനുകൾ, ബയോട്ടിൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. രണ്ടാമതായി ജലാംശം നിലനിർത്തുക. ശരീരത്തിന്റെയും തലയോട്ടിയുടെയും ജലാംശം നിലനിർത്താൻ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ്. മൂന്നാമതായി മുടിയെ കുഞ്ഞിനെ പോലെ പരിപാലിക്കാം. മുടികൊഴിച്ചിലുള്ളവർ വളരെ ശ്രദ്ധയോടെ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ മുടിയെ പരിചരിക്കേണ്ടതാണ്. തല നിത്യവും മൈൽഡ് ഷാമ്പുവും കണ്ടീഷണറും ഇട്ട് കഴുകാവുന്നതാണ്. മുടി തുവർത്തുമ്പോൾ ശക്തിയായി ചെയ്യുന്നതും മുടി വല്ലാതെ കൊഴിയുവാൻ ഇടയാക്കും. നാലാമതായി അകലമുള്ള ചീർപ്പ്. മുടി ചീകാനായി പല്ലുകൾക്കിടയിൽ നല്ല അകലമുള്ള തരം ചീർപ്പ് ഉപയോഗിക്കുക. മുടിക്കിടയിലൂടെ എളുപ്പത്തിൽ ഇവ ചലിക്കും. അകലം കുറഞ്ഞ ചീപ്പ് മുടിയിൽ കുരുങ്ങി അവ പൊട്ടിപ്പോകുവാൻ ഇടയാക്കാം. അഞ്ചാമതായി എണ്ണയും ഹെയർ സ്പായും ഒഴിവാക്കാം. എണ്ണ ശിരോചർമ്മത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മുടികൊഴിച്ചിൽ തടയുമെന്നത് മിഥ്യാധാരണയാണ്. ഇതിനാൽ ഓയിൽ ട്രീറ്റ്മെന്റുകൾ, ഹെയർ സ്പാകൾ, ഹെയർ മാസ്കുകൾ എന്നിവ ഒഴിവാക്കുക. എണ്ണ ഉപയോഗിച്ച് ശിരോചർമ്മം മസാജ് ചെയ്യുന്നത് ഉപയോഗപ്രദമാണ്. പുരുഷന്മാരിലെ മുടികൊഴിച്ചിലിന് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി, ഡെർമാ റോളിംഗ് പോലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്.